പഠിപ്പിക്കുകയും കാണിക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, അങ്ങനെ അതുപോലെ തന്നെ ഇവിടുത്തെ ജീവിത രീതി യാതൊന്നും അറിയാൻ പറ്റില്ല. ഞങ്ങളുടെ ഈ സീനിയേഴ്സായിട്ടുള്ള കുറച്ച് പേരൊക്കെ അതാ അങ്ങനെയാന്നൊക്കെ പറയും. അവിടെ അടുത്ത് ഞങ്ങൾ താമസിക്കുന്ന ഡോമിനടുത്ത് ഇവിടെ വന്നപ്പോഴേ ഞങ്ങൾക്ക് ഡോം തന്നു. ഒരു റൂമിനകത്ത് 2 പേരായിട്ട് താമസിക്കേണ്ടത്. അവിടുന്ന് ഈ അന്നും ഉണ്ട് ക്രോഗർ അവിടുന്ന് 1 മൈലോളം നടക്കണം. അവിടെ നടന്നാലും പോകുന്ന അവിടെ കാട്ടും കൊണ്ട് പോയി കുറച്ച് ഫുഡുമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ചിലർ അവിടെ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്, 1 വർഷം മുമ്പൊക്കെ വന്നിട്ടുണ്ട്, 1-2 വർഷം. ചിലരൊക്കെ മനസ്സറിഞ്ഞൊക്കെ റൈഡ് തരും. അല്ലെങ്കിൽ പിന്നെ ഞങ്ങളങ്ങ് നടക്കും. ചെറുപ്പമായതുകൊണ്ട് അതൊന്നും ഒരു കാര്യമായിട്ട് എടുത്തില്ല. അത്യാവശ്യത്തിന് വല്ല മേടിച്ചാൽ മതിയല്ല, അതൊന്നും മേടിക്കാനും എടുക്കാൻ ഒന്നാമത് കൈ പൈസയില്ല. തീരെ വളരെ അതും ഒരു ഡിഫിക്കൽട്ടായിരുന്നു. നമുക്കത് $7 കൊണ്ടുവരാനൊക്കത്തുള്ളൂ. ഇവർ സ്റ്റൈഫൻഡ് തരുമായിരുന്നു. അത് അന്ന് $2 അതാണ് 1 മണിക്കൂറിന് തരുന്നത്. അന്നേരം ഒരു മാസം, അതൊരു മാസത്തിലൊന്നേ തരത്തുള്ളൂ. ഇപ്പോഴൊക്കെയാണ് എവരി 2 വീക്സ് ആണല്ലോ, അന്ന് മാസത്തിലൊന്ന്. അത് കിട്ടുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. എനിവേ എൻ്റെ ഒരു